So good morning everyone. So ഇന്ന് നമ്മൾ presentation skillsനെ പറ്റിയിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. So one of the most important skills required in today's professional world is the ability to deliver effective presentations. അപ്പോൾ ഇന്നത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ല് തന്നെയാണ് പ്രസൻറ്റേഷൻ സ്കിൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ പ്രൊഫഷണൽ കുട്ടികളാണ്. അപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എപ്പോഴും ഉപയോഗപ്പെടുന്നതും അവർ അത്യാവശ്യം നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത്. സോ nowadays most presentations are made using slides projected on a screen. അപ്പോൾ ഇന്നത്തെ കാലത്ത് മിക്കവാറും എല്ലാ പ്രസന്റേഷൻസും പവർ പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. The additional feature of audio visual element paves the way for effective communication. അപ്പോൾ നമ്മൾ ഒരു സ്ലൈഡ് ഷോ ചെയ്യുമ്പോൾ, ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്യുമ്പോൾ അതൊരു ഓഡിയോ വിഷ്വൽ പ്രസന്റേഷൻ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ വിഷ്വൽ കാണിച്ചിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം ഓഡിയൻസിന് മുന്നിൽ പ്രസന്റ് ചെയ്യാണ്. അപ്പോൾ അതൊരു ഓഡിയോ വിഷ്വൽ പ്രസന്റേഷൻ ആണ്. Now this section looks at what it takes to plan, organize and deliver a successful presentation. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് വെച്ചാൽ എങ്ങനെ ഒരു പ്രസന്റേഷൻ പ്ലാൻ ചെയ്യാം, എങ്ങനെ അത് ഓർഗനൈസ് ചെയ്യാം, എങ്ങനെ അത് സക്സസ്ഫുൾ ആയിട്ട് ഡെലിവർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. So next question is, why make a presentation? എന്തിനാണ് നമ്മൾ presentation ചെയ്യുന്നത്? So you have to discuss with your friends the following questions. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. What do you mean by a presentation? Presentation കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? Why does a diploma engineer need to master presentation skills? അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഡിപ്ലോമ എഞ്ചിനീയറിന് പ്രസന്റേഷൻ സ്കിൽസ് അനിവാര്യമായിട്ട് വരുന്നത്? ഹൗ ഇസ് ആൻ ഓറൽ പ്രസന്റേഷൻ ഡിഫറെന്റ് ഫ്രം എ റിപ്പോർട്ട്? അപ്പോൾ ഒരു ഓറൽ പ്രസന്റേഷൻ ഒരു റിപ്പോർട്ടിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. So please think over this. Okay, now the planning process. അപ്പോൾ പ്ലാനിങ് പ്രോസസ്സ്, അപ്പോൾ ഒരു പ്രസൻറ്റേഷന് മുന്നിൽ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിനൊരു പ്രോപ്പർ പ്ലാനിങ് അത്യാവശ്യമാണ്. അപ്പോൾ പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ നമ്മളൊരു കാര്യം ചെയ്താൽ അത് നന്നാവില്ല. അപ്പോൾ പ്ലാനിങ് എന്തായാലും അത്യാവശ്യമാണ്. സോ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 3 engineers are planning to make a presentation for their company. 3 എഞ്ചിനീയേഴ്സ് കൂടി ചേർന്ന് അവരുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു പ്രസൻറ്റേഷൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. So given below are tips they consider important while planning a presentation. അപ്പോൾ നമുക്ക് അവര് ഒരു പ്രസൻറ്റേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് കാണുന്നതെന്ന് ഉള്ളതിനെ പറ്റിയിട്ട് കുറേ ടിപ്സ് നമുക്ക് തന്നിട്ടുണ്ട്. You have to strike off those in each of the options you think should be avoided at the planning stage. അപ്പോൾ പ്ലാനിങ് സ്റ്റേജിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ സ്ട്രൈക്ക് ഓഫ് ചെയ്യാനായിട്ടാണ് നമ്മളോട് ഈ ഒരു എക്സസൈസിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ് പറഞ്ഞേക്കുന്നത്? വൺ ഇസ് കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദി ടോപ്പിക്. അപ്പോൾ ഇൻഫർമേഷൻ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു പ്രസൻറ്റേഷൻ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ആ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നമ്മൾ കളക്ട് ചെയ്യണം. ട്രൂ ഓർ ഫാൾസ്? യെസ്, ട്രൂ, അത് ആവശ്യമാണ്. നെക്സ്റ്റ് വൺ, പ്രാക്ടീസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ. മിററിന് മുന്നേ പ്രാക്ടീസ് ചെയ്യുക പ്രസൻറ്റേഷൻ. യെസ്, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ദി പ്രസൻറ്റേഷൻ into organize the presentation into sections. അപ്പോൾ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും അത് സെക്ഷനായിട്ട് പ്രസന്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ പറയണം നമ്മൾ ഇന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്
പോകുന്നത്. അതിൽ ഇത്ര പോയിന്റ്സ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. പിന്നെ അത് കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഒരു പ്രസന്റേഷന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ അത് ഓർഗനൈസ്ഡ് ആയിരിക്കണം. ഒരു പ്രസന്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഓർഗനൈസ്ഡ് ആയിരിക്കണം. അപ്പോൾ അത് കറക്റ്റ് ആണ്. സെക്ഷൻസ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് പ്രസന്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ബിൽഡ് അപ്പ് ടെൻഷൻ ഇല്ല, അതിന്റെ ആവശ്യം നമുക്കില്ല. ടെൻഷൻ ബിൽഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം പറയാന്നുള്ളതാണ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വൺ, ബ്രെയിൻ സ്റ്റോം ഐഡിയാസ്. യെസ്, റൈറ്റ്, ബ്രെയിൻ സ്റ്റോം. ഇപ്പൊ ബ്രെയിൻ സ്റ്റോം ഐഡിയാസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ പേര് കൂടി ചേർന്നിരുന്ന് ഒരു ഐഡിയനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു കാര്യത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ പലരിൽ നിന്ന് പല ഐഡിയാസ് വരും അല്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുക. നമ്മൾ പല ഐഡിയാസ് ഒരു ഐഡിയനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ട് അതിൻ്റെ ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ട് അതിൻ്റെ പല സെക്ഷൻസിനെ പറ്റിയിട്ട് ആലോചിച്ച് പോയിന്റ്സ് എഴുതിയെടുക്കുന്നതിനാണ് നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ബ്രെയിൻ സ്റ്റോം ഐഡിയാസ് നല്ലതാണ്. പ്രിപ്പയർ ആൻഡ് ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുക. യെസ്, നമ്മൾ ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ ഔട്ട്ലൈൻ പറഞ്ഞു പോകുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അത് ഓഡിയൻസിന് കുറച്ചുകൂടെ അത് കേൾക്കാനുള്ള താല്പര്യം അവർക്ക് ഉണ്ടാവും. തന്നെ യൂസ് ലോങ് സെന്റൻസസ്. അത് തെറ്റാണ്. സ്ട്രൈക്ക് ദിസ് ഓഫ്. കാരണം നമ്മൾ എപ്പോഴും ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ഷോർട്ട് സെന്റൻസസും ക്ലിയർ ആയിട്ടുള്ള സെന്റൻസസും വേണം ഉപയോഗിക്കാനായിട്ട്. കാരണം ഒരുപാട് വലിയ സെന്റൻസസ് ഓഡിയൻസ് ഇരുന്ന് വായിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവർക്ക് അത്രയും ക്ഷമയും കാണില്ല. പലതരത്തിലുള്ള ഓഡിയൻസ് ആണ് നമുക്ക് ഒരു പ്രസന്റേഷനിൽ കിട്ടുക. അപ്പൊ സെന്റൻസസ് എപ്പോഴും ഷോർട്ട് ആയിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ദെൻ യൂസ് വിഷ്വൽ എയ്ഡ്സ്. അപ്പൊ വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്യാം. ട്രൂ. Now study a lot of jargon to impress others. Lot of jargon. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ജാഗൺ വേർഡ്സ് ഒക്കെ പഠിച്ച് ബാക്കിയുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ നോക്കേണ്ട ആവശ്യം ഇല്ല. ദാറ്റ് ഈസ് ഫാൾസ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു പ്രസന്റേഷൻ ചെയ്യുമ്പോഴത്തേക്കും സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ച് ഓഡിയൻസിന് മനസ്സിലാവുന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുക. കാരണം നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓഡിയൻസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് കട്ടിയുള്ള ജാഗൺ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ച് അതിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഒരിക്കലും ഒരു പ്രസന്റേഷൻ ആക്കരുത്. അതൊരിക്കലും ഒരു അക്സെപ്റ്റബിൾ പ്രസന്റേഷൻ അല്ല. സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസസും വേർഡ്സും ഒക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ തിങ്ക് ഓഫ് എ കാച്ചി ഇൻട്രൊഡക്ഷൻ. യെസ്, ഭയങ്കര കാച്ചി ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. കാരണം നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ കാച്ചി ആണെങ്കിൽ ആൾക്കാർ അത് ശ്രദ്ധിക്കും. Then decide on an achievable aim. അപ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എയിമിനെ ഡിസൈഡ് ചെയ്യുക. ആൻഡ് കളക്ട് ഡീറ്റെയിൽസ് അബൌട്ട് ദി ഓഡിയൻസ്. അപ്പോൾ ഓഡിയൻസിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കുന്നതും നല്ലത് തന്നെയാണ്. അപ്പോൾ എന്ത് തരം ഓഡിയൻസ് ആണ് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്, അതനുസരിച്ചിട്ട് നമുക്ക് പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യുന്നതും നല്ലതാണ്. Then knowledge and audience. So read the responses of Navneet and Naveen about making effective presentations. Who do you agree with and why? അപ്പോൾ നവനീതും നവീനും രണ്ട് റെസ്പോൺസസ് നമുക്ക് തന്നിട്ടുണ്ട് ഒരു എഫക്റ്റീവ് പ്രസന്റേഷനെ പറ്റിയിട്ട്. അവരുടെ വ്യൂ പോയിന്റ്സ്, അവരുടെ കാഴ്ചപ്പാടിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. സോ നവനീത് പറയുക, all you need to concentrate is on having a thorough knowledge of the subject you are going to present. There is no need to know anything about the audience. അപ്പോൾ നവനീത് പറയാണ് നമുക്ക് ആകപ്പാടെ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റിനെ പറ്റിയിട്ട് നല്ലപോലെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അത്രയും തന്നെ മതി. നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റിനെ പറ്റി അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓഡിയൻസിനെ പറ്റി അറിയേണ്ട ഒരാവശ്യമില്ല എന്നാണ് നവനീത് പറയുന്നത്. അതേസമയം നവീൻ എന്താണ് പറയുന്നത്? ഐ തിങ്ക് നോയിങ് അബൌട്ട് ദി ഓഡിയൻസ് ഇസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് നോളജ് ഓഫ് ദി സബ്ജക്ട് ഫോർ ആൻ എഫക്റ്റീവ് presentation. A well-prepared speech given to
the wrong audience is disastrous. അപ്പൊ നെവിൻ പറയാണ്, നെവിൻ അതേ നവനീതിന്റെ അഭിപ്രായം ഇല്ല. നെവിൻ പറയാണ് നമ്മൾ സബ്ജക്റ്റിനെ പറ്റി അറിയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റിനെ പറ്റിയിട്ട് അറിയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആരുടെ മുന്നിലാണോ ഇത് പ്രസന്റ് ചെയ്യുന്നത്, നമ്മളുടെ ഏത് തരം ഓഡിയൻസിന് മുന്നിലാണോ ഇത് പ്രസന്റ് ചെയ്യുന്നത് എന്ന് അറിയുന്നതും എന്ന് നെവിൻ പറയുകയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു സ്പീച്ച് നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് അതൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഓഡിയൻസിന് മുന്നിലല്ല ഇത് പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഫുൾ പ്രസന്റേഷൻ ഫ്ലോപ്പ് ആയിട്ട് പോകും. കാരണം ഇപ്പോൾ കുറേ സയൻസും ടെക്നോളജിയുടെയും ഒരു പ്രസന്റേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ലിറ്ററേച്ചറുകാരാണെന്ന് വെക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ഇപ്പോൾ സയൻസിന് ഇപ്പോൾ എഞ്ചിനീയറിങ്ങിനെ പറ്റിയിട്ട് ഒരു പ്രസന്റേഷൻ, ഇപ്പോൾ റോബോട്ടിക്സും അല്ലെങ്കിൽ ഇപ്പോൾ ആർക്കിടെക്ചറിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര പ്രസന്റേഷൻ ഒരു ലിറ്ററേച്ചർ മാത്രം അറിയാവുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ, ഒരു ഓഡിയൻസിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്താൽ അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. കാരണം ഈ കേൾക്കുന്ന വ്യക്തിക്ക് ഈ ഓഡിയൻസ് ലിറ്ററേച്ചർ ആണല്ലോ, അപ്പോൾ അവർക്ക് ഇതിനെ പറ്റിയിട്ട് അറിവുണ്ടാവണമെന്നില്ല. അപ്പോൾ എന്താണ് റോബോട്ടിക്സ് എന്ന് അറിയുന്നുണ്ടാവില്ല, ഒരു ബിൽഡിംഗ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് അവർക്കൊരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ വലിയ കാര്യങ്ങൾ അവരുടെ മുന്നിൽ അവർക്ക് അറിയാത്ത കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ ആ ഒരു പ്രസന്റേഷൻ ഡിസാസ്ട്രസ് ആവുക തന്നെ ചെയ്യും. അപ്പോൾ ഓഡിയൻസിനെയും കൂടെ മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ പ്രസന്റേഷൻസ് എപ്പോഴും പ്രിപ്പയർ ചെയ്യാനായിട്ട്. Now, let's do it. So, some verbs which are often needed in presentation are given below. അപ്പോൾ നമുക്ക് എപ്പോഴും പ്രസൻറ്റേഷനിൽ ഉപയോഗിക്കേണ്ട കുറച്ച് വേർബ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. You have to complete the introduction of the presentation by inserting suitable verbs from the box. You may need to use some of these twice. അപ്പോൾ നമുക്ക് ഒരു ഇൻട്രഡക്ഷൻ പാസേജ് തന്നിട്ടുണ്ട് പ്രസൻറ്റേഷന് വേണ്ടിയിട്ട്. ആ ഒരു പ്രസൻറ്റേഷൻ നമുക്ക് ഈ ബോക്സിൽ തന്നേക്കുന്ന വേർബ്സ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പം എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വേർബ്സ് ആണ് കേട്ടോ. അപ്പം ചില വാക്കുകൾ നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഉപയോഗിക്കേണ്ടതായിട്ട് വരും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സീ. ഗുഡ് മോർണിംഗ് എവ്രി വൺ. അപ്പോൾ ഇൻട്രഡക്ഷൻ പാസേജ് ആണ് കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ് എവ്രി വൺ. അപ്പോൾ ആദ്യം ഒരു പ്രസൻറ്റേഷനിൽ എപ്പോഴും നമ്മൾ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ് എവ്രി വൺ, I am Rajiv Menon. അപ്പോൾ എൻ്റെ പേര് രാജീവ് മേനോൻ ആണ്. I am going to dash to you about UPS maintenance. അപ്പോൾ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്താ? I am going to talk to you about the UPS maintenance. Project taken up by our institution, about the UPS maintenance project taken up by our institution. So I'll begin by എന്താണ്? Dash you the background. So I'll begin by outlining you the background. അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും പ്രസൻറ്റേഷൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ എന്തിനെ പറ്റിയിട്ടാണോ സംസാരിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് ചെയ്യുകയും വേണം. Okay, so I'll begin by outlining you the background of the project, and then I will keep you up to date on the progress of the project. Then I'll go on to ഇനി അപ്പോൾ നമ്മൾ ഓൾറെഡി ടോക്ക് എന്ന വാക്ക് ഉപയോഗിച്ചു. ഇനി രണ്ടാമത് നമുക്ക് ഡിസ്കസ് എന്ന വാക്ക് ഉപയോഗിക്കാം അല്ലേ? ദെൻ ഐ വിൽ ഗോ ഓൺ ടു ഡിസ്കസ് വാട്ട് ഐ സീ ആസ് ദ മെയിൻ അച്ചീവ്മെന്റ്സ് ഓഫ് ദി പ്രോജക്ട്സ്. അപ്പോൾ ഇനി നമ്മൾ ഈ പ്രോജക്ട്സിന്റെ മെയിൻ അച്ചീവ്മെന്റ്സ് എന്തായിരിക്കും എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് എപ്പോഴും വാക്കുകൾ ശ്രദ്ധിക്കുക. സി ആഫ്റ്റർ ദാറ്റ്, കണ്ടോ? ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് എപ്പോഴും ആഫ്റ്റർ ദാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ബി എന്തായിരിക്കും? highlighting
after that I'll be highlighting our plans for further extension of the projects. Again after that I'll be outlining എന്നും പറയാം. After that I'll be highlighting എന്ന് പറയാം. After that I will out I will be outlining എന്ന് പറയാം. Okay, അത് നമ്മുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് പറയാം. After that I'll be highlighting our plans for further extension of the project. In the end I will tell you how you can become a part of this project. You may raise your questions and queries after my presentation. അപ്പോൾ അവസാനം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇതാണ് ഒരു പ്രസന്റേഷന്റെ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ട് വെറുതെ പോയിട്ട് ഒരു കാര്യം ഞാൻ സ്ലൈഡ് അങ്ങ് ബിഗിൻ ചെയ്താൽ അതിനൊരു വാല്യൂ ഇല്ല. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഇൻട്രഡക്ഷൻ, അപ്പോൾ എന്താണ് ഈ പ്രസന്റേഷനിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തന്നെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ കൊടുക്കേണ്ടത് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ പ്രസന്റേഷൻ തുടങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യണം, ഗുഡ് മോർണിംഗ് പറയണം, പിന്നെ നിങ്ങളുടെ പേര് പറയണം, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ അതും നല്ലതാണ്. എന്നിട്ട് ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്, ടുഡേ ഐ എം ഗോയിങ് ടു, ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറയാം. അപ്പോൾ ആദ്യം ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുക, പിന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പിന്നെ ടുഡേ ഐ എം ഗോയിങ് ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു പ്രസന്റേഷൻ പറഞ്ഞു തുടങ്ങുമ്പോൾ പറയേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഐ എം ഗോയിങ് ടു ടോക്ക് ടു യു അബൌട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണോ പ്രസന്റേഷനിൽ സംസാരിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ അതിനെ പറ്റിയിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. സോ എന്നിട്ട് ആദ്യം നമ്മൾ എന്താ പറയാൻ പോകുന്നത്. സോ ഐ വിൽ ബിഗിൻ ബൈ എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഞാൻ എന്താ പറയാൻ പോകുന്നത്, പ്രസന്റേഷനിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത്, ആദ്യത്തെ പോയിന്റ്. സോ ഐ വിൽ ബിഗിൻ ബൈ എന്ന് പറഞ്ഞിട്ട് ആ പോയിന്റ് പറയാം. പിന്നെ ഔട്ട്ലൈൻ കൊടുക്കാം, ഇന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പോയിന്റ് ഞാൻ എന്താ പറയാൻ പോകുന്നത്, അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാൻ പോകുന്നത്, അടുത്ത പോയിന്റ് എന്താന്ന് വെച്ചാൽ ആഫ്റ്റർ ദാറ്റ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് പറയാം. പിന്നെ അവസാനം ഇൻ ദി എൻഡ്, പിന്നെ ഇൻ ദി എൻഡ് അവസാനം നമ്മൾ എന്താ പറയാൻ പോകുന്നത് എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷനിൽ വരണം. The next one is, good afternoon friends, I am here to discuss with you the problems faced by students with online learning. I will start with village areas where these are largely felt by the student population in our state. I will then go on to semi-urban areas. അല്ലേ? അപ്പം ഗോ ഓൺ എന്ന വാക്ക് ഉപയോഗിക്കാം, നമുക്ക് സ്റ്റാർട്ട് എന്ന വാക്ക് ഉപയോഗിക്കാം, ഡിസ്കസ് എന്ന വാക്ക് ഉപയോഗിക്കാം. സോ ദീസ് ആർ ഓൾ ഇമ്പോർട്ടൻറ്റ് വേർബ്സ്. അപ്പം ഇതൊക്കെ ഒന്ന് ഒരു പ്രസൻറ്റേഷനിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. Now what is required? All presentation begin with an introduction where we greet the gathering and mention the topic of our presentation. അപ്പോൾ എല്ലാ പ്രസൻറ്റേഷനും ഒരു ഇൻട്രഡക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഇൻട്രഡക്ഷനിൽ നമ്മൾ എന്താ ചെയ്യുക, വി ഗ്രീറ്റ് ദി ഗാദറിംഗ്. അപ്പോൾ ഓഡിയൻസിന്, ഗാദറിംഗ് മീൻസ് ഓഡിയൻസ്, അപ്പോൾ ഓഡിയൻസിനെ നമ്മൾ ഗ്രീറ്റ് ചെയ്യണം. ആൻഡ് മെൻഷൻ ദി ടോപ്പിക് ഓഫ് അവർ പ്രസൻറ്റേഷൻ, അപ്പോൾ നമ്മുടെ പ്രസൻറ്റേഷൻ്റെ ടോപ്പിക് എന്താണെന്നും പറയണം, നേരത്തെ പറഞ്ഞ പോലെ. ദിസ് വുഡ് ബി ഫോളോഡ് ബൈ ഗിവിങ് ആൻ ഔട്ട്ലൈൻ ഓഫ് ദി പ്രസൻറ്റേഷൻ. അത് കഴിഞ്ഞ് നമ്മൾ പ്രസൻറ്റേഷൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുക്കണം. സി, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്ലീസ് കീപ് ദിസ് ഇൻ മൈൻഡ്. നമ്മളൊരു പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഓഡിയൻസിനെ ഗ്രീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മുടെ ടോപ്പിക്കിനെ നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അത് കഴിഞ്ഞ് പ്രസൻറ്റേഷൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ അത് ഫുൾ ടൈറ്റിൽ പറയണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രസൻറ്റേഷൻ്റെ ഔട്ട്ലൈൻ കൊടുക്കണം.
ഇത്രയും കാര്യങ്ങൾ ഒരു സ്ലൈഡ് കാണിക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്തിരിക്കണം, പറഞ്ഞിരിക്കണം. Then given below are some methods of organizing the structure of your presentation. അപ്പോൾ നമ്മുടെ പ്രസന്റേഷൻ്റെ സ്ട്രക്ചർ ഓർഗനൈസ് ചെയ്യാനായിട്ട് കുറച്ച് മെത്തേഡ്സ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. You may use different verbs highlighted in bold as they are given in the examples below. അപ്പം നമുക്ക് ഇഷ്ടമുള്ള വേർബ്സ് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇൻട്രഡക്ഷൻ ഫസ്റ്റ് ഗ്രീറ്റിംഗിലാണ് തുടങ്ങുന്നത് അല്ലേ? സോ ഗുഡ് മോർണിംഗ്, ഗ്രീറ്റിംഗിലാണ് തുടങ്ങുന്നത്. ഗുഡ് മോർണിംഗ് ഡിയർ കൊളീഗ്സ്, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. പിന്നെ ടോപ്പിക് എന്താണ്? അപ്പോൾ പിന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അപ്പം നമ്മൾ എന്താ പറയുക? ടുഡേ ഐ വിഷ് ടു ടോക്ക് ടു യു അബൌട്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഇന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഐഡ് ലൈക്ക് ടു സേ എ ഫ്യൂ വേർഡ്സ് അബൌട്ട്. ഒന്നെങ്കിൽ നമുക്ക് ഐ വിഷ് ടു ടോക്ക് ടു യു അബൌട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ലൈക്ക് ടു സേ എ ഫ്യൂ വേർഡ്സ് എന്ന് പറയാം. അതും അല്ലെങ്കിൽ ഐ എം ഹിയർ ടു മേക്ക് എ പ്രസന്റേഷൻ എന്ന് പറയാം. സോ ദീസ് ആർ സെന്റൻസസ് വിച്ച് യു ക്യാൻ ഓൾവേസ് യൂസ്. ഇപ്പോൾ എവിടെ ആയാലും നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് പ്രസന്റേഷൻ ചെയ്താലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെന്റൻസസ് ആണ്. ഇപ്പോൾ എക്സാമിൽ പ്രസന്റേഷനെ പറ്റിയിട്ട് ഒരു പ്രസന്റേഷൻ എഴുതാനായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും സെന്റൻസ് എങ്കിലും ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക കേട്ടോ. ടുഡേ ഐ വിഷ് ടു ടോക്ക് ടു യു അബൌട്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിൽ ടുഡേ ഐ വിഷ് ടു ടോക്ക് ടു യു അബൌട്ട് വേസ്റ്റ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഐ ലൈക്ക് ടു സേ എ ഫ്യൂ വേർഡ്സ് അബൌട്ട് വേസ്റ്റ് മാനേജ്മെന്റ്, ഐ എം ഹിയർ ടു മേക്ക് എ പ്രസന്റേഷൻ ഓൺ വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് വേസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ദി ടോപ്പിക് ആണ്. പിന്നെ അതും അല്ലെങ്കിൽ ദിസ് മോർണിംഗ് ഐ എം ഗോയിങ് ടു ബി ടോക്കിംഗ് ടു യു അബൌട്ട്, അല്ലെങ്കിൽ ഐ വിൽ ബി ടെലിംഗ് യു അബൌട്ട്, അല്ലെങ്കിൽ ഐ വിൽ ബി ഷോയിങ് യു അബൌട്ട്, ഐ വിൽ ബി റിപ്പോർട്ടിംഗ് ടു യു അബൌട്ട്, ഐ വിൽ ബി ഹാവിങ് എ ലുക്ക് അറ്റ്, ഐ വിൽ ബി പ്രസന്റിങ്. ഇതൊക്കെ എഗെയിൻ നമുക്ക് ഉപയോഗിക്കാവുന്ന സെന്റൻസസ് ആണ്. ദെൻ അത് കഴിഞ്ഞിട്ട് ഔട്ട്ലൈൻ. അപ്പോൾ നമ്മൾ ഗ്രീറ്റ് ചെയ്ത് കഴിഞ്ഞു, ടോപ്പിക് എന്താണ്, എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ടോപ്പിക്കിൻ്റെ ഔട്ട്ലൈൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഔട്ട്ലൈൻ എങ്ങനെ പറയും? ഐ വിൽ ബി ഡീലിംഗ് വിത്ത് 3 ഏരിയസ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഡീൽ ചെയ്യുന്നത്, അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയും. അപ്പോൾ 3 ഏരിയയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഐ വിൽ ബി ഡീലിംഗ് വിത്ത് 3 ഏരിയാസ്, അല്ലെങ്കിൽ ഐ ഹാവ് ഓർഗനൈസ്ഡ് മൈ ടോക്ക് ഇൻ ടു. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു കാര്യത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ അതിനൊരു സ്ട്രക്ചർ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ പൈ ചാർട്ട്സിൽ എറണാകുളം സിറ്റിയുടെ വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ ആദ്യം സിറ്റിയുടെ വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റിയിട്ട് പറയുക, പിന്നെ പ്രോഡക്ട്സ് എങ്ങനെ മാനേജ് ചെയ്യുക എന്ന് പറയുക, ഇതെങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നതിനെ പറ്റി പറയുക. അപ്പോൾ അങ്ങനെ 2-3 കാര്യങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഡീലിംഗ് വിത്ത് 3 ഏരിയാസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഹാവ് ഓർഗനൈസ്ഡ് മൈ ടോക്ക് ഇൻ ടു 3 important areas എന്ന് പറയാം. അപ്പോൾ ഇറ്റ്സ് അക്കോർഡിംഗ് ടു യുവർ പ്രസൻറ്റേഷൻ. പിന്നെ അതും അല്ലെങ്കിൽ നമുക്ക് പറയാം, സോ ഐ സ്റ്റാർട്ട് ഓഫ് ബൈ ഗിവിങ് യു സം ബാക്ക്ഗ്രൗണ്ട് അബൌട്ട്. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തുകൊണ്ടാണ് തുടക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ പറയാം. സോ I'll start off by giving you some background about, അല്ലെങ്കിൽ I'll start off by giving അല്ലെങ്കിൽ I'll provide you some background information about, അല്ലെങ്കിൽ I'll keep you up to date on the information, അല്ലെങ്കിൽ I'll be presenting you an overview of, I'll be presenting you an overview of എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ I'll be making a few observations about, I will be making a few observations about, അല്ലെങ്കിൽ I'll start by giving a few observations about, outlining എന്ന് പറയാം. Then I'll go on. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പറയുന്നത് then I'll go on to discuss, then I will go on to discuss in more depth. അപ്പോൾ ഔട്ട്ലൈൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം, കൂടുതൽ ഡെപ്തിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. I'll go on to highlight what I see as the main points എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിത്
ഉപയോഗിക്കാം. അപ്പോൾ ഈ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഒന്ന് കാണാതെ പഠിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ദെൻ അവസാനം എന്താണ്, എപ്പോഴും ഒരു കൺക്ലൂഷൻ വേണം അല്ലേ. അപ്പോൾ ഏത് കാര്യങ്ങൾ നമ്മൾ പ്രസൻറ്റ് ചെയ്താലും പാരഗ്രാഫ് എഴുതിയാലും അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ തീർച്ചയായിട്ടും കൊടുക്കണം. സോ ഐ വിൽ കൺക്ലൂഡ് വിത്ത്, അല്ലെങ്കിൽ ഐ വിൽ എൻഡ് മൈ പ്രസൻറ്റേഷൻ വിത്ത്, അല്ലെങ്കിൽ at the end of my presentation I'll request you to raise any questions or queries. അപ്പോൾ ഇതൊക്കെ എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റിൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. എക്സാമിന് ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കാണാതെ പഠിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എക്സാമിന് എഴുതാനായിട്ട് പറ്റും. എക്സാമിന് മാത്രമല്ല നിങ്ങളുടെ റിയൽ ലൈഫിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. Now let's try to make a presentation. ഇനി നമുക്കൊരു presentation എങ്ങനെയാണെന്ന് നോക്കാം. So you have been asked to make a presentation on waste management. അപ്പോൾ waste managementനെ പറ്റിയിട്ട് ഒരു presentation ഉണ്ടാക്കാനായിട്ടാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. So prepare a brief introduction, ഒരു brief introductionും and overview. brief introductionും ഒരു overviewും prepare ചെയ്യണം. ഇൻട്രഡക്ഷനും ഓവർവ്യൂവും പ്രിപ്പയർ ചെയ്യണം. To begin your presentation with the help of the verbs given above. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച verbs വെച്ചിട്ട് ഒരു ഇൻട്രഡക്ഷൻ പ്രിപ്പയർ ചെയ്യണം. Read the introduction and overview to your friend and listen to his or her. അപ്പോൾ ആ ഒരു ഇൻട്രഡക്ഷൻ ഒന്ന് വായിക്കുക, എന്നിട്ട് അതൊന്ന് നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻട്രഡക്ഷനും ഓവർവ്യൂവും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇൻട്രഡക്ഷൻ നമ്മൾ എങ്ങനെ പറയുക? അപ്പോൾ നമുക്ക് ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഡിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ everyone എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. എന്നിട്ട് ടുഡേ ഐ വിഷ് ടു ടോക്ക് ടു യു അബൌട്ട് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയാം. പിന്നെ I'll be particularly dealing with 3 areas in this presentation എന്ന് പറയാം ഇൻട്രഡക്ഷനിൽ. പിന്നെ എന്താണ് start off, പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന I'll be dealing with 3 areas in this presentation എന്ന് പറയാം. Then I'll start off by giving you some background information about waste management in Kollam Corporation എന്ന് പറയാം. പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ I'll be talking about how the waste is being taken care of in Kollam Corporation, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് വേസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാം. So I'll be also outlining you about the different ടൈപ്സ് ഓഫ് വേസ്റ്റ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഇൻട്രഡക്ഷൻ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ 3 ഏരിയനെ പറ്റിയിട്ട് പറയണം എന്നൊന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഇതിൽ നിന്നൊന്ന് എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തിനെ പറ്റിയിട്ടൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ചിലപ്പോൾ 2 കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുക. നിങ്ങൾക്ക് ടുഡേ ഐ വിഷ് ടു ടോക്ക് ടു യു അബൌട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ I'll be dealing with 3 areas എന്ന് പറയുന്നില്ല. അപ്പോൾ 2 കാര്യങ്ങളെ പറയുന്നുണ്ടെങ്കിൽ I'll be dealing with 2 areas. ഒന്ന് വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ കൊല്ലം കോർപ്പറേഷൻ അല്ലെങ്കിൽ വേസ്റ്റ് ഡിസ്പോസൽ, how the disposal of waste is taken care of in Kollam Corporation. അപ്പോൾ 2 കാര്യങ്ങൾ മാത്രമേ പറയുന്നുണ്ടെങ്കിൽ I'll be dealing with 3 areas എന്ന് പറഞ്ഞിട്ട് പറയാം. എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ ഔട്ട്ലൈൻ ചെയ്ത് പോവാൻ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇൻട്രഡക്ഷൻ ആ ഒരു ഇതനുസരിച്ചിട്ട് എഴുതാനായിട്ട് നോക്കുക. Now let us prepare 2 slides to begin this presentation. അപ്പോൾ ഈ ഒരു presentation begin ചെയ്യാനായിട്ട് 2 സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഇൻട്രഡക്ടറി സ്ലൈഡും ഒന്ന് ഔട്ട്ലൈൻ സ്ലൈഡും. ഓക്കെ, അപ്പോൾ സ്ലൈഡ് ഇങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമ്മളൊരു ഇൻട്രഡക്ഷൻ സ്ലൈഡ് കൊടുക്കണം അല്ലേ, ഇൻട്രഡക്ഷൻ സ്ലൈഡും കൊടുക്കണം, അതിൻ്റെ ഒരു ഔട്ട്ലൈൻ സ്ലൈഡും കൊടുക്കണം. അപ്പോൾ ഇൻട്രഡക്ടറി സ്ലൈഡിൽ നമ്മൾ എന്തൊക്കെയാണ് വരേണ്ടത്, ദ ടോപ്പിക് ഓഫ് യുവർ പ്രസൻറ്റേഷൻ, അത് ഇൻട്രഡക്ടറി സ്ലൈഡിൽ വരണം. അപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് എഴുതാം, വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് ഇവിടെ എഴുതാം. അത് കഴിഞ്ഞിട്ട് യുവർ നെയിം, ഇൻസ്റ്റിറ്റ്യൂഷൻ, അപ്പോൾ പേര്, അപ്പോൾ
രാഹുൽ രാജീവ്, മിസ്റ്റർ രാഹുൽ രാജീവ്, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്, പുനലൂർ എന്നെഴുതാം. ഇത്രയും ഇൻട്രൊഡക്ഷനിൽ വരണം. പിന്നെ ഔട്ട്ലൈൻ സ്ലൈഡ്. അപ്പോൾ ഔട്ട്ലൈൻ സ്ലൈഡിലാണ് നമ്മൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ഐഡിയാസ് ആണ് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറ്റിയിട്ടാണ് നമ്മൾ ഈ ഔട്ട്ലൈൻ സ്ലൈഡിൽ പറയേണ്ടത്. അപ്പോൾ ലൈക്ക് ഡെഫിനിഷൻ ഓഫ് വേസ്റ്റ്. അപ്പോൾ വേസ്റ്റിന്റെ ഡെഫിനിഷൻ നമുക്ക് പറയാം. ദി ടൈപ്സ് ഓഫ് വേസ്റ്റ്, ഹൗ ടു മാനേജ് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ആയിട്ട് 3 പോയിന്റ് കൊടുത്താലും മതി. ഒരിക്കലും നമ്മൾ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിൽ ലോങ് സെന്റൻസസ് ഉപയോഗിക്കരുത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ടു ദി പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഔട്ട്ലൈൻ സ്ലൈഡിൽ ഡെഫിനിഷൻ ഓഫ് വേസ്റ്റ്, ടൈപ്സ് ഓഫ് വേസ്റ്റ്, ഹൗ ടു മാനേജ് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 3 പോയിന്റ് കൊടുത്താലും മതി. എന്നിട്ട് പിന്നെ നമ്മളത് അടുത്ത സ്ലൈഡ്സിൽ എലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പോയാലും മതി. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ടറി സ്ലൈഡിൽ നമുക്ക് ടോപ്പിക് ഓഫ് യുവർ പ്രസൻറ്റേഷൻ പറയണം, യുവർ നെയിം, യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര പറയണം. പിന്നെ ഔട്ട്ലൈൻ സ്ലൈഡിൽ ഡിഫറെൻറ്റ് ഐഡിയാസ് ദാറ്റ് യു പ്ലാൻ ടു പ്രസൻറ്റ്, ലൈക്ക് ഡെഫിനിഷൻ ഓഫ് വേസ്റ്റ്, ടൈപ്സ് ഓഫ് വേസ്റ്റ്, ഹൗ ടു മാനേജ്, കൺക്ലൂഷൻ എക്സെട്ര. അപ്പോൾ കൺക്ലൂഷനും നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ അത്രയും നമുക്ക് ചെയ്യാം. ഇനി എഗെയിൻ സൈൻ പോസ്റ്റിംഗ്. അപ്പോൾ എന്താണ് സൈൻ പോസ്റ്റിംഗ്? സൈൻ പോസ്റ്റ് ആർ യൂസ്ഫുൾ ടു ഗൈഡ് ദ ലിസണേഴ്സ് ത്രൂ എ പ്രസൻറ്റേഷൻ. അപ്പോൾ ലുക്ക് അറ്റ് ദി ഫ്രേസസ് ഗിവൺ ബിലോ. ദീസ് വിൽ ഹെൽപ്പ് us to guide our audience through presentation. അപ്പോൾ ഒരു പ്രസൻറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഓഡിയൻസിന് ഒരു ഐഡിയയിൽ നിന്ന് മറ്റൊരു ഐഡിയയിലേക്ക് നമ്മുടെ ഓഡിയൻസിനെ കൊണ്ടുപോവാനായിട്ട് നമുക്ക് ഈ സൈൻ പോസ്റ്റ് എപ്പോഴും ഉപയോഗപ്പെടും. അതായത് ഒരു ഐഡിയ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി അടുത്ത ഐഡിയയിലേക്ക് നമുക്ക് കടക്കുമ്പോൾ നമുക്ക് പറയാം ടു മൂവ് ഓൺ, അല്ലെങ്കിൽ ടു ഗോ ബാക്ക്, ടു സമ്മറൈസ്. ഇപ്പൊ നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ടു സമ്മറൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സമ്മറൈസ് ചെയ്യാം. ഇപ്പോൾ ഒരു ഐഡിയ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ടു എക്സ്പാൻഡ് എന്ന് പറയാം. റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ ടു റീക്യാപ്പ് എന്ന് പറയാം. അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ടു കൺക്ലൂഡ് എന്ന് പറയാം. ടു എലാബറേറ്റ് ഓൺ എന്ന് പറയാം. ടു ഇല്ലസ്ട്രേറ്റ് എന്ന് പറയാം. അപ്പോൾ ഇറ്റ്സ് അക്കോർഡിംഗ് ടു അവർ വിഷ്. അപ്പം നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പം ഇത്രയും വാക്കുകൾ ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക. അപ്പോൾ ഒന്ന് വെറുതെ എങ്കിലും ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക. അപ്പോൾ എപ്പോഴും നമ്മളൊരു എക്സാമിന് പെട്ടെന്ന് എഴുതാനായിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മനസ്സിൽ ഈ വാക്കുകൾ താനേ വന്നോളും. അപ്പോൾ ഇത്രയും വാക്കുകൾ ഒന്ന് ഒരു 10 പ്രാവശ്യമെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്ന് ഇപ്പൊ തന്നെ ഈ ഇത് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് പറഞ്ഞു ഒന്ന് മനസ്സിലൊന്ന് ഉറപ്പിക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എഴുതി തുടങ്ങുമ്പോഴത്തേക്കും താനേ നമ്മുടെ മൈൻഡിൽ നമ്മളത് വന്നോളും. ഓക്കെ, ദെൻ ഇപ്പൊ നമുക്ക് അതിനെ ബേസ് ചെയ്തൊരു എക്സസൈസ് തന്നിട്ടുണ്ട്. ചൂസ് വൺ ഓഫ് ദി സൈൻ പോസ്റ്റ് എക്സ്പ്രഷൻസ് ഫ്രം ദി എബവ് ഫോർ ദി ഫോളോയിങ് സിറ്റുവേഷൻ. അപ്പം നമുക്ക് തന്നിട്ടുള്ള സൈൻ പോസ്റ്റ് വെച്ചിട്ട് ഇതൊന്ന് എഴുതാനായിട്ടാണ് പറഞ്ഞത്. സോ വെൻ യു വോണ്ട് ടു മേക്ക് യുവർ നെക്സ്റ്റ് പോയിന്റ്, അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ നമ്മൾ എന്താ പറയാ, ടു മൂവ് ഓൺ എന്ന് പറയാം. വെൻ യു വോണ്ട് ടു റെഫർ ടു ആൻ ഏർലിയർ പോയിന്റ്, അപ്പോൾ നേരത്തെ ഒരു പറഞ്ഞ പോയിന്റിലേക്ക് നേരത്തെ ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു പോയിന്റിലേക്ക് നമുക്ക് ഇനിയും റെഫർ ചെയ്യണമെങ്കിൽ നമുക്ക് ടു ഗോ ബാക്ക് എന്ന് പറയാം. സോ വെൻ യു വോണ്ട് ടു റിപ്പീറ്റ് ദ മെയിൻ പോയിന്റ്സ്, അപ്പോൾ പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടു റീക്യാപ്പ് എന്ന് പറയാം. പിന്നെ വെൻ യു വോണ്ട് ടു ഗിവ് എ വൈഡർ പെർസ്പെക്റ്റീവ്, അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വൈഡായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോണെങ്കിൽ ടു എക്സ്പാൻഡ് എന്ന് പറയാം. ടു എലാബറേറ്റ് എന്ന് പറയാം. വെൻ യു വോണ്ട് ടു ഗിവ് ആൻ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ കൊടുക്കണമെങ്കിൽ ടു ഇല്ലസ്ട്രേറ്റ് എന്ന് പറയാം. വെൻ യു വോണ്ട് ടു ഡു എ ഡീപ്പർ അനാലിസിസ്, കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള അനാലിസിസ് ചെയ്യണമെങ്കിൽ ടു എലാബറേറ്റ് എന്ന് പറയാം. when you want to give the basic points, അപ്പോൾ basic points മാത്രം പറഞ്ഞു പോകണമെങ്കിൽ to recap എന്ന് പറയാം. when you want to finish your talk, അപ്പോൾ ടോക്ക് കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ to conclude എന്ന് പറയാം, അല്ലെങ്കിൽ to summarize എന്ന് പറയാം. ഓക്കെ, അപ്പോൾ
അത്രയും പോയിന്റ്സും കൂടെ ഇത്രയും കാര്യങ്ങളും കൂടെ ഒന്ന് മനസ്സിൽ ഓർത്തു വെക്കാം. Then more signposts. So here are some more helpful signposts which you could use in the middle stage of your presentation. അപ്പോൾ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സൈൻ പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രസൻറ്റേഷൻ്റെ മിഡിൽ സ്റ്റേജിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സൈൻ പോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കാര്യം നോക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ let's take a look at. പിന്നെ then എന്ന വാക്ക് ഉപയോഗിക്കാം. പിന്നെ അടുത്ത പോയിന്റിലേക്ക് കടക്കണമെങ്കിൽ നെക്സ്റ്റ് എന്ന് പറയാം. പിന്നെ അവസാനത്തെ പോയിന്റിലേക്ക് കടക്കണമെങ്കിൽ ലാസ്റ്റ്ലി എന്ന് പറയാം. ഇത് വെറുതെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ വിചാരിക്കുമോ എന്തിനാ ഈ വേർഡ്സ് ഒക്കെ പഠിക്കേണ്ടി വരുന്നത്, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഓരോ വാക്കുകളും എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അതിന് ഉപയോഗം ഇല്ലാണ്ടായി പോകും. ഇപ്പൊ ആദ്യത്തെ ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ then എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ then എന്നോ നെക്സ്റ്റ് എന്നോ ഉപയോഗിക്കാം. അപ്പൊ എപ്പോഴും റെപ്പറ്റീഷൻസ് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ then എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും അടുത്തത് then എന്ന് നമുക്ക് പറയുന്നത് ഒരിക്കലും നല്ലതല്ല. അപ്പൊ നമ്മള് അടുത്തത് പിന്നെ ആ സെയിം മീനിങ് വരുന്ന വാക്ക് നെക്സ്റ്റ് എന്നാണ്. അപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പോയിന്റ് then എന്ന വാക്ക് ഉപയോഗിച്ച് ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും then എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് നെക്സ്റ്റ് എന്ന് ഉപയോഗിക്കുന്നതാണ്. പിന്നെ അവസാനത്തെ പോയിന്റ് ആണെങ്കിൽ നമുക്ക് ലാസ്റ്റ്ലി എന്നും പറയാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ പോയിന്റ്സ് നമുക്ക് പറയാനായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ന് പറയാം, പിന്നെ then എന്ന് പറയാം, പിന്നെ നെക്സ്റ്റ് എന്ന് പറയാം, പിന്നെ ലാസ്റ്റ്ലി എന്നും പറയാം. അപ്പൊ ഇതാണ് അതിന്റെ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത്. കണ്ടോ? ആദ്യം ഫസ്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അടുത്ത പോയിന്റ് പറയാനായിട്ട് then എന്ന് പറയാം. പിന്നെ അതിന്റെ അടുത്ത പോയിന്റ് പറയാനായിട്ട് നെക്സ്റ്റ് എന്ന് പറയാം. പിന്നെ ഏറ്റവും അവസാനത്തെ പോയിന്റ് പറയാനായിട്ട് ലാസ്റ്റ്ലി എന്നും പറയാം. ഓക്കെ. Now here is a paragraph on waste management. Find the main point and sub points and prepare 2 slides. അപ്പോൾ നമുക്കൊരു വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റിയിട്ട് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മെയിൻ പോയിന്റ്സും സബ് പോയിന്റ്സും കണ്ടുപിടിച്ചിട്ട് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ എന്താണ് അത് നമുക്ക് പാരഗ്രാഫ് വായിക്കാം. സോ വേസ്റ്റ് ഇസ് എനി കൈൻഡ് ഓഫ് മെറ്റീരിയൽ വിച്ച് ഇസ് നോ ലോങ്ങർ ഇൻ യൂസ്. അപ്പൊ ആദ്യം വേസ്റ്റ് എന്താണെന്നാണ് പറയുന്നത്. എന്താണ് വേസ്റ്റ്? വേസ്റ്റ് ഇസ് എനി കൈൻഡ് ഓഫ് മെറ്റീരിയൽ വിച്ച് ഇസ് നോ ലോങ്ങർ ഇൻ യൂസ്. ഇനി ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാത്ത കൈൻഡ് ഓഫ് മെറ്റീരിയലിനെയാണ് നമ്മൾ വേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ആൻഡ് ഹാസ് കം ടു ആൻ എൻഡ്. അതിന്റെ കാര്യം കഴിഞ്ഞതാണ്. Sometimes it is said that its life has been exhausted and will not be used further. അപ്പോൾ ചിലപ്പോൾ പറയപ്പെടുന്നത് എന്താണ്? അതിൻ്റെ ലൈഫ് കഴിഞ്ഞു. ചില കാര്യങ്ങൾ നമ്മൾ വേസ്റ്റ് ആയിട്ട് കണക്കാക്കുന്ന അതിൻ്റെ ലൈഫ് കഴിയുമ്പോഴും അത് എക്സോസ്റ്റഡ് ആവുമ്പോഴും ഇനി ഫേർദർ നമുക്ക് അതിൻ്റെ ഉപയോഗം ഇല്ലാണ്ട് വരുമ്പോഴുമാണ് നമ്മൾ അതിനെ വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വേസ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് ലൈൻസിലുള്ളത്. പിന്നെ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദി അൺവാണ്ടഡ് മെറ്റീരിയൽ വിച്ച് പീപ്പിൾ ഹാവ് ത്രോൺ ഫ്രം ദിയർ ഹൗസ്. അഗെയിൻ അടുത്ത കാര്യം പറയുന്നതെന്ന് പറയുന്നത് അത് അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ആൾക്കാർ അവരുടെ വീടുകളിൽ നിന്നും ആവശ്യമില്ലാത്ത വസ്തുക്കൾ പുറന്തള്ളുമ്പോൾ അതിനെയാണ് നമ്മൾ വേസ്റ്റ് എന്ന് പറയുന്നത്. Then in other words it's also called garbage. ഇനി വേറെ വാക്കിൽ പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ ഗാർബേജ് എന്നും പറയുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ അതിനെ trash എന്നും പറയുന്നുണ്ട്. പിന്നെ എന്താണ്? ഇറ്റ് ക്യാൻ ബി ഇൻ എനി ഫോം സച്ച് ആസ് സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്. അത് ഏതൊരു ഫോമിലും വരാം. സോളിഡ് ആയിട്ടും ലിക്വിഡ് ആയിട്ടും ഗ്യാസ് ആയിട്ടും വരാം. പിന്നെ വേസ്റ്റ് ഇസ് പ്രൊഡ്യൂസ് ഡെയിലി ഇൻ അവർ ഹോംസ്. വേസ്റ്റ് നമ്മുടെ വീടുകളിൽ ഡെയിലി വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. വിച്ച് ഇൻക്ലൂഡ് ബയോ വേസ്റ്റ് ആൻഡ് പ്ലാസ്റ്റിക് വേസ്റ്റ്. അപ്പോൾ 2 തരം വേസ്റ്റ് ഉണ്ട്. ബയോ വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ വെച്ചിട്ട് 2 സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ്
പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്ലൈഡിൽ 2 സ്ലൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്ലൈഡിൽ നമുക്ക് എന്താ പറയുക, ടൈറ്റിൽ കൊടുക്കണം. ഓരോ സ്ലൈഡിനും ഓരോ ടൈറ്റിൽ വേണം കേട്ടോ. ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടൈറ്റിൽ കൊടുക്കാം, അല്ലെങ്കിൽ വേസ്റ്റ് എന്ന് മാത്രം കൊടുത്താലും മതിയാവും. എന്നിട്ട് നമുക്ക് എന്താണ് ഇപ്പോൾ അപ്പോൾ വാട്ട് യു മീൻ ബൈ വേസ്റ്റ്, അപ്പോൾ വേസ്റ്റ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ആദ്യം പറയാം. അപ്പോൾ നമുക്കിവിടെ എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 2 സ്ലൈഡിൽ കൊണ്ടുവരാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത് വിച്ച് ഇസ് വേസ്റ്റ് സംതിങ് വിച്ച് ഇസ് no longer in use. Waste is something, waste എന്ന് എഴുതിയിട്ട് നമുക്ക് which is something which is no longer in use എന്ന് പറയാം. പിന്നെ waste is something, ആദ്യത്തെ സ്ലൈഡിൽ waste is something which is no longer in use എന്ന് പറയാം. Waste is something which cannot be used further. Waste is something which cannot be waste is something which cannot be used further എന്ന് പറയാം. അത് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ആദ്യത്തെ സ്ലൈഡിൽ പറയാം. പിന്നെ ഇറ്റ് ഈസ് ദി അൺവാണ്ടഡ് മെറ്റീരിയൽ എന്ന് പറയാം. അൺവാണ്ടഡ് മെറ്റീരിയൽ വിച്ച് പീപ്പിൾ ത്രോ ഫ്രം ദിയർ ഹൗസ്. അപ്പോൾ വാട്ട് ഈസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈറ്റിൽ കൊടുത്താൽ അതിന് താഴെ സബ് പോയിന്റ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറയുന്നത് വേസ്റ്റ് സംതിങ് വിച്ച് ഇസ് നോ ലോങ്ങർ ഇൻ യൂസ്, വിച്ച് കനോട്ട് ബി വേസ്റ്റ് സംതിങ് വിച്ച് കനോട്ട് ബി യൂസ് ഫർദർ, വേസ്റ്റ് ഇസ് ദി അൺവാണ്ടഡ് മെറ്റീരിയൽ വിച്ച് പീപ്പിൾ ത്രോ ഫ്രം ദിയർ ഹൗസ്. അപ്പോൾ ഒരുപാട് പോയിന്റ് ഒന്നിൽ തന്നെ കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ല. അത്രയും 3 പോയിന്റ് ആദ്യത്തെ സ്ലൈഡിൽ കൊടുത്താൽ മതി. പിന്നെ അടുത്ത സ്ലൈഡിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അടുത്ത സ്ലൈഡിൽ എഗെയിൻ സെയിം ടൈറ്റിൽ കൊടുത്താൽ മതി. വാട്ട് ഈസ് വേസ്റ്റെന്നോ തന്നെ അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റെന്നോ എന്തെങ്കിലും ടൈറ്റിൽ കൊടുത്തിട്ട് സെയിം കാര്യം ഒരേ പോയിന്റിൻ്റെ എക്സ്പാൻഷൻ ആട്ടോ. ഫസ്റ്റ് സ്ലൈഡിൻ്റെ തന്നെ എക്സ്പാൻഷൻ ആയിട്ടാണ് നമ്മൾ സെക്കൻഡ് സ്ലൈഡും കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം വേസ്റ്റ് ഇസ് ഓൾസോ കോൾഡ് ഗാർബേജ് ആൻഡ് ത്രാഷ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ഗാർബേജ് ആൻഡ് ത്രാഷ്. വേസ്റ്റ് ഇസ് ഓൾസോ കോൾഡ് ഗാർബേജ് ആൻഡ് ത്രാഷ്. അടുത്ത സ്ലൈഡിൽ എഴുതാം. പിന്നെ ഇറ്റ് ക്യാൻ ബി ഇൻ എനി ഫോം സച്ച് ആസ് സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് വേസ്റ്റ് ഇസ് പ്രൊഡ്യൂസ് ഡെയിലി ഇൻ അവർ ഹോംസ് എന്ന് എഴുതാം. പിന്നെ ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ബയോ വേസ്റ്റ് ആൻഡ് പ്ലാസ്റ്റിക് വേസ്റ്റ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഇനി കൺക്ലൂഷന് വേണ്ടിയിട്ട് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ യു മസ്റ്റ് ഹാവ് നൗ അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻസ് ആൻഡ് നെസസിറ്റി ഓഫ് പ്രാക്ടീസിങ് വേസ്റ്റ് സെഗ്രിഗേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് വേസ്റ്റ് സെഗ്രിഗേഷൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും വേസ്റ്റ് സെഗ്രിഗേഷനും മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. Waste management is a practice which includes a series of steps right from the beginning to the disposal. അപ്പോൾ waste management എന്ന് പറയുന്നത് it includes a series of steps. അപ്പോൾ ഒരു series of steps ആണ് waste managementൽ ഉള്ളത്. എന്തൊക്കെയാണ്? From the beginning, right from the beginning to the disposal. അപ്പോൾ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന മുതൽ വേസ്റ്റ് ഉണ്ടാവുന്നത് മുതൽ അത് ഡിസ്പോസ് ചെയ്യുന്നവരെ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് തന്നെ ഉണ്ട് അല്ലേ വേസ്റ്റ് മാനേജ്മെന്റിൽ. അപ്പോൾ ഈച്ച് ഓഫ് us ഷുഡ് ഡെവലപ്പ് അവെയർനെസ് ടുവേർഡ്സ് ദ ഇഷ്യൂസ്. അപ്പോൾ ഓരോരുത്തരും ഇതിനെ പറ്റിയിട്ട് ഒരു അവെയർനെസ് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. By practicing proper waste management techniques, we will not only safeguard ourselves from numerous health hazards but also save our environment from pollution. അപ്പോൾ നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയല്ല സംരക്ഷിക്കുന്നത്, പക്ഷെ നമ്മുടെ എൻവയൺമെൻറ്റിനെയും കൂടിയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്.
So, how will you prepare the concluding slide? What are the points you should include in? അപ്പോൾ concluding slide എങ്ങനെയാണ് prepare ചെയ്യുന്നത്? അപ്പോൾ ടൈറ്റിൽ നമുക്ക് കൊടുക്കാം വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് തന്നെ ടൈറ്റിൽ കൊടുക്കാം. പിന്നെ നമുക്ക് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയാം each of us should develop awareness towards this issue. Each of us should എന്താ each of us should develop awareness towards this issue എന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് practicing proper waste management techniques. Practicing proper waste management techniques എന്ന് കൊടുത്തിട്ട് ഒരു ഡാഷ് ഇട്ടിട്ട് not only safeguard ourselves from numerous health hazards but also save our environment from pollution. അപ്പോൾ ഇത്രയും പോയിന്റ്സും കൂടെ നമുക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ പറയേണ്ടത്? should develop awareness എന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് waste management techniques will not only safeguard ourselves, it will save us from numerous health hazards, it will save us from environmental pollution. അപ്പോൾ 3 പോയിന്റ് ആയിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാനായിട്ട് പറ്റും കൺക്ലൂഷനിൽ. അപ്പോൾ പോയിന്റ് മാത്രം എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ അവസാനത്തെ സ്ലൈഡിൽ നമുക്കൊരു നോട്ട് ഓഫ് താങ്ക്സും കൂടെ പറയണം കേട്ടോ. ഒരു താങ്ക് യു സ്ലൈഡും കൂടെ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. Then examine your slides with the following checklist. അപ്പോൾ നമ്മുടെ ചെക്ക്ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഇതൊന്ന് എക്സാമിൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. I have used simple and clear language in my slide. അപ്പോൾ എപ്പോഴും നമ്മൾ സിമ്പിൾ ഈ വാക്കുകൾ ഓർത്ത് വയ്ക്കുക. സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജും ക്ലിയർ ആയിട്ടുള്ള ലാംഗ്വേജും ആണ് നമ്മളെപ്പോഴും നമ്മുടെ സ്ലൈഡ്സിൽ യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജും ക്ലിയർ ആയിട്ടുള്ള ലാംഗ്വേജും ആണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. My sentences are not very long. ഒരിക്കലും ലോങ് ആയിട്ടുള്ള സെന്റൻസ് യൂസ് ചെയ്യരുത്. I have used technical terms in my slides. ടെക്നിക്കൽ ടേംസ് കുറച്ച് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ ഓഡിയൻസിനനുസരിച്ചിട്ട് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ my fonts are clearly visible and readable. അപ്പോൾ എൻ്റെ ഫോൺസ് അതായത് നമ്മൾ എഴുതുന്ന അപ്പം അത് കൃത്യമായിട്ട് വിസിബിൾ ആണോ റീഡബിൾ ആണോ എന്നും കൂടി ശ്രദ്ധിക്കണം. I have crammed a lot of information in a slide. ഒരിക്കലും ഒരുപാട് ഇൻഫർമേഷൻ ഒറ്റ സ്ലൈഡിൽ ക്രാം ചെയ്ത് കുത്തി നിറച്ച് കയറ്റരുത്. 1 2 അല്ലെങ്കിൽ 3 പോയിന്റ് മാത്രം ഒരു സ്ലൈഡിൽ മതിയാവും. അതിൽ കൂടുതലായാലും ഒരുപാടാവും. അടുത്ത പോയിന്റ് ഇനി പറയാനുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ കൊണ്ടുവരുന്നതാണ് എപ്പോഴും നല്ലത്. Then I have included only appropriate pictures. അതും കറക്റ്റ് ആണ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് മാത്രം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. My bar graphs can be easily understood. എന്തെങ്കിലും ഗ്രാഫ്സ് കൊണ്ടുവരികയാണെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഗ്രാഫ്സ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. ഒരു പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ലാംഗ്വേജ് ക്ലിയർ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുക. സെന്റൻസസ് ഷോർട്ട് ആയിട്ടുള്ള സെന്റൻസ് ഉപയോഗിക്കുക. ടെക്നിക്കൽ ടേംസ് അത്യാവശ്യമാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ക്ലിയർ ആയിട്ട് വിസിബിളും റീഡബിളും ആണോ എന്ന് പ്രസന്റേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് ഇൻഫർമേഷൻ കുത്തി നിറയ്ക്കാൻ ശ്രമിക്കാതിരിക്കുക. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അതിന് ഒരു പ്രസന്റേഷന് യോജിക്കുന്ന പിക്ചേഴ്സ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഗ്രാഫും ബാർസും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഗ്രാഫ്സും ബാർസും ഒക്കെ കൊടുക്കാനായിട്ട് നോക്കുക. Now examine the following slides. Which of one will be more effective in a presentation and why? അപ്പോൾ നമുക്ക് 2 സ്ലൈഡ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കൂടുതൽ നിങ്ങൾക്ക് അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നത്, എഫക്റ്റീവ് ആയിട്ടുള്ള പ്രസന്റേഷൻ? സെക്കൻഡ് വൺ ആണ് അല്ലേ? കാരണം അതിൻ്റെ പോയിന്റ്സ് നോക്കുക, ഷോർട്ട് ആയിട്ടുള്ള സെന്റൻസസ് ആണ്. 3 പോയിന്റ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പെട്ടെന്ന് വായിക്കാൻ പറ്റും, ക്ലിയർ ആണ്, സിമ്പിൾ ലാംഗ്വേജ് ആണ്, ക്ലാരിറ്റി ഉണ്ട്, കാര്യം എന്താണെന്ന് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതേസമയം ഇപ്പുറത്തെ സ്ലൈഡ് ഫസ്റ്റ് സ്ലൈഡിലാണെങ്കിൽ നമുക്കത് വായിക്കാൻ കൂടി തോന്നില്ല. അപ്പോൾ പോയിന്റ് മാത്രം ഇതേപോലെ ആയിരിക്കണം എപ്പോഴും പ്രസന്റേഷൻ കൊടുക്കേണ്ടത്.
Now second slide, again ഇതിലേതാണ് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നത്? Again second slide ആണ്. കാരണം ഫസ്റ്റ് സ്ലൈഡിൽ ആദ്യത്തെ സെന്റൻസ് തന്നെ ഭയങ്കര ചെറിയ ലെറ്റേഴ്സിലാണ് എഴുതിയേക്കുന്നത്. അടുത്തത് വേറൊരു ഫോണ്ട്, മൂന്നാമത്തെ വേറൊരു ഫോണ്ട്. അതിൻ്റെ ഫോണ്ട് തന്നെ വ്യത്യാസമാണല്ലേ. അപ്പോൾ സെക്കൻഡ് സ്ലൈഡ് നോക്കിക്കേ, കാണുമ്പോൾ തന്നെ അതിനൊരു അടുക്കും ചിട്ടയുണ്ട് അല്ലേ. സിമ്പിൾ ലാംഗ്വേജ്, ഫോൺസ് ആർ ഈസിലി റീഡബിൾ, ഇറ്റ്സ് പ്ലീസിങ് ടു ദി ഐസ്, പിന്നെ ഇറ്റ്സ് നീറ്റ്ലി അറേഞ്ച്ഡ് അല്ലേ. അപ്പോൾ സെക്കൻഡ് സ്ലൈഡ് ആണ് ഇവിടെയും നല്ലത്. ഈ സ്ലൈഡ് വരുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. Again the second slide is more appealing because first സ്ലൈഡിൽ വരുമ്പോഴത്തേക്കും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കുറച്ച് പടങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സയൻസും ടെക്നോളജി ആയിട്ട് റിലേറ്റഡ് അല്ലാത്ത കുറേ കാര്യങ്ങളാണ്. അതേസമയം സെക്കൻഡ് സ്ലൈഡിൽ കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു പ്രസൻറ്റേഷന് യോജിച്ച പിക്ചേഴ്സാണ് സെക്കൻഡ് സ്ലൈഡിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രസൻറ്റേഷനിൽ നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് മാത്രം പ്രസൻറ്റേഷനിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. Now next one, നമുക്കൊരു ഗ്രാഫ് ഉണ്ട്, ഒബീസിറ്റിനെ പറ്റിയിട്ടൊരു ഗ്രാഫ്. പിന്നെ ഇത് ഫസ്റ്റ് ഗ്രാഫും ഇത് സെക്കൻഡ് ഗ്രാഫും ആണ്. കണ്ടോ? അപ്പോൾ സെയിം കാര്യമാണ് പറയുന്നത്, പക്ഷെ രണ്ട് ഗ്രാഫാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ? അപ്പോൾ സെക്കൻഡ് ഗ്രാഫ്, ഈ ഒരു ഗ്രാഫാണ് നമുക്ക് കുറച്ചുകൂടെ അപ്പീലിംഗ്. കാരണം ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാര്യം പെട്ടെന്ന് പിടികിട്ടും, ക്ലിയർ ആണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫാണ് നമ്മൾ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത്. Now showcase your presentation skills. Then you are the team leader of a project assigned to you by the company. Prepare slides for a presentation for a sales promotion to be made before your colleagues based on the following clues. അപ്പോൾ നമുക്ക് ഒരു presentation ആണ് ഇനി പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ പ്രസൻറ്റേഷനിൽ എന്തൊക്കെയാണ് വേണ്ടത്? ഫസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ വേണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓവർവ്യൂ വേണം, പിന്നെ ദി പ്രോബ്ലം ഓഫ് ഡിക്രീസിങ് സെയിൽസ് പറയണം, അപ്പോൾ സെയിൽസിൻ്റെ ഡിക്രീസിങ് പ്രോബ്ലംസെ പറ്റി പറയണം, പിന്നെ സൊല്യൂഷൻ, അതിനുള്ള സൊല്യൂഷൻസും റെമഡീസും പറയണം, പിന്നെ കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്യണം. Okay, so we will try to do that.